didn't hide. When I was king, I played it hard and fast. I walked away, you want me there. Easy on me, oh, and it would. Come on, you got me, go back. My feet, you got me, no. My feet, you got me, no. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ എൻ്റെ സ്പെയിൻ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ബാർസലോണയിലെ ഒരു വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ബാർസലോണയിൽ നിന്ന് നമ്മൾ ബാർസലോണ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ മാഡ്രിഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നമ്മൾ ക്രോസോണ്ടും പിന്നെ ഹോട്ട് ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് മിൽക്ക് മാത്രം സെപ്പറേറ്റ് വരും. അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡറും സെപ്പറേറ്റ് വരും. നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ആ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനിയും മാഡ്രിഡിൽ നമ്മൾ നേരെ സെവില്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ ചെറിയ സ്റ്റോപ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇന്നത്തേത്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് നമ്മളിതാ മാഡ്രിഡ് എയർപോർട്ട് എത്തി. അത്യാവശ്യം വലിയൊരു എയർപോർട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മളിനിയും നമ്മൾ കാർ റെൻ്റ് എടുക്കുകയാണ്. നമ്മൾ റെക്കോർഡ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻറ്റ് ത്രൂ ആണ് നമ്മൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. റെഡി സ്റ്റഡി ഗോ. റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. 2-3 സിറ്റീസും കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പം റോഡ് ട്രിപ്പായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ വന്നു, എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ കാറൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. പിന്നെ കാറൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോവാണ്. നമ്മൾ റോഡ് ട്രിപ്പ് എടുത്ത് നമ്മൾ പോവാണ്. നമ്മൾ സെവില്ലിലേക്കാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴി നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ, നമ്മൾ നല്ല സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് സ്റ്റോപ്പൊക്കെ എടുത്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പം വിശാഖ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ബാർസലോണ ഫുള്ളും കുറച്ചൊക്കെ കവർ ചെയ്തു. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ കത്തീഡ്രലോ മ്യൂസിയമോ എന്താണേലും എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം. സോ നമ്മൾ മിക്ക സാധനങ്ങളും പുറത്തു നിന്ന് കണ്ടതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ആ ഒരു സിറ്റി ഫുള്ളും കുറച്ച് നടന്നൊക്കെ ഒന്ന് കാണുകയൊക്കെ ആയിരുന്നു. അകത്തൊന്നും നമ്മൾ എല്ലാത്തിൻ്റെ ഒന്നും കയറിയില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ അകത്തൊന്നും കയറിയില്ല. ജസ്റ്റ് പുറത്ത് നിന്ന് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കണ്ട് നമ്മൾ അങ്ങനെയാണ് ബാർസലോണ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും സെവില്ലിലേക്കുള്ള റോഡ് ട്രിപ്പും പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ടോപ്പ് തിങ്സ് ടു ഡൂം ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് സ്പെയിൻ വ്ലോഗ്. നമ്മൾ എയർപോർട്ടിൽ വന്ന് കാറൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ട്, സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ല, ചെറിയൊരു ഷോപ്പ് കണ്ടിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തണമായിരുന്നു. അപ്പോൾ അവിടെ പെട്രോൾ പമ്പിൽ ഇങ്ങനെ ചെറിയ ഷോപ്പുകൾ കാണുമല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ പോക്ക് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് കോൺസിഗ്ര എന്ന് പറഞ്ഞൊരു ടൗണിലാണ് കേട്ടോ. ഇത് ടൊളേഡോ എന്ന് പറഞ്ഞ പ്രൊവിൻസിലെ കോൺസിഗ്ര എന്ന് പറഞ്ഞൊരു ടൗണിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വിൻമില്ലിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് കുറച്ച് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള മിഗ്വൽ ദി സെർവാൻഡ്രസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഡോൺ കിഹോട്ട് എന്ന് പറഞ്ഞ നോവലിൽ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു എഴുത്തുകാരൻ്റെ ഫാൻസായിട്ട് ഈ നോവൽ വായിച്ചിട്ടുള്ള ടൂറിസ്റ്റുകളും ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളെപ്പോലെ ആക്സിഡൻ്റലി വന്ന് പെട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു. നമ്മളിവിടെ ഈ ഒരു വിൻമില്ലിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ആ കോൺസിഗ്ര എന്ന് പറഞ്ഞ ടൗൺ ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു സ്റ്റോപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഈ ഒരു കോൺസിഗ്രയുടെ വിൻമിൽസിൻ്റെ അടുക്കൽ തന്നെയായിരുന്നു. ഒരു ചെറിയൊരു ഷോപ്പിൽ വന്നിട്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സംഭവം. അവിടെ വന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടോയ്ലറ്റിൽ വാഷ്റൂം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കോഫിയല്ല, ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. 2 ടീ ഓർഡർ ചെയ്തു. അവർ തന്നത് വെറും ചൂടുവെള്ളം. 2 വെറും ചൂടുവെള്ളം, അതുപോലെ തന്നെ ചായ നമ്മൾ ഉണ്ടാക്കി കുടിക്കണം.
ടീ ബാഗും ഷുഗറും തന്നു, വെറും ചൂടുവെള്ളം തന്നു. അവിടെ ഇരിക്കാം. അപ്പം ഞങ്ങളിത് പറഞ്ഞതിൻ്റെ തിരിച്ചുണ്ട്. നമുക്ക് വെറും വെള്ളം തന്നു, ചായയുടെ ടീ ബാഗും തന്നു, പിന്നെ ഷുഗറും തന്നു, പാലും തന്നിട്ടില്ല. അപ്പം നമ്മൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. കട്ടൻ ചായ ഇൻ സ്പെയിൻ. അങ്ങനെ ചെറിയൊരു ചായ എന്ന പേരിൽ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ കൊർഡോബ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും വിശാഖിന് ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു തണലത്തിരുന്നിട്ട് നമ്മൾ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഒന്നൊന്ന് ചിറപ്പ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. എന്ത് കൊറാഡോ എന്തോ സംതിങ് അങ്ങനെയാണ്. ഞാൻ അതും ഇവിടെ എഴുതി കാണിക്കാം. നമ്മളിത് നല്ല വ്യൂ പോയിന്റ് തപ്പി നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഗൈസ്. വിശാഖപ്പം അവിടെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചി വന്നിട്ട് ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഭർത്താവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്പെയിനിൽ നമ്മൾ സിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെയുള്ള നല്ല പ്ലേസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ല എന്ത് രസമാണല്ലേ, നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ഭംഗി എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട്. പിന്നെ കുറേ പ്രാവുകളും നല്ല ഭംഗിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നല്ലൊരു ടൗണാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനിവിടെ എഴുതി കാണിക്കാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ സ്പെയിനിൽ നിങ്ങൾ റോഡ് ട്രിപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ കവർ ചെയ്ത പ്ലേസസൊക്കെ നിങ്ങൾ കവർ ചെയ്യുക. മേ ബി കുറേ കൂടെ കാണും. ഞങ്ങൾക്ക് മേ ബി ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു കൈയടക്കി എന്ന് പറയുന്ന പോലെ അങ്ങനെ വന്നതാണ്. അപ്പം മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഐഡിയാസ് കിട്ടും. ബട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഭർത്താവ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോട്ടെ. അപ്പം ഞാൻ വീണ്ടും ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് കൊർട്ടാഡോ, ഇത് തലയിൽ നിൽക്കുന്നില്ല ആ പേര്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗണാണ് കേട്ടോ. ആ ഒരു ബിൽഡിങ്സൊക്കെ കണ്ടോ, എൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ്സൊക്കെ. അപ്പം ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്തൂപം പോലത്തെ സാധനം, എന്തോ ഒരു സ്റ്റാച്യു ഒക്കെ കണ്ടു. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു കോട്ടയാണെന്ന് തോന്നുന്നു. ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഞാൻ തെറ്റ് പറയുന്നതിൽ നല്ലത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. കാരണം ഞങ്ങളിത് സഡനായിട്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ചരിത്രങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാനത് വോയിസ് ഓവർ ചെയ്ത് പറയാം. അപ്പോൾ ഇവിടെ നല്ലൊരു കുതിരവണ്ടിയുടെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ നമ്മളെ ഈ കോട്ട ഫുള്ളും കുതിരപ്പുറത്ത് നടത്തി കാണിക്കുമെന്ന് തോന്നുന്നു. അതിനാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് വെയിലാറാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 6:45 ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നല്ല വെളിച്ചവും വെയിലും കാണാനായിട്ട് പറ്റും. നമ്മുടെ സമ്മറിൻ്റെ അവസ്ഥ ഇതാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിനി ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൻ്റെ ചരിത്രങ്ങളും ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ പറയാം കേട്ടോ. അപ്പം ഓക്കെ. ഈ കൊർഡോബ എന്ന് പറയുന്നത് നമ്മുടെ സ്പെയിനിലെ ആൻഡലൂസിയ പാർട്ടിൽ വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലാൻഡ്മാർക്കാണ് മോസ്ക് കത്തീഡ്രൽ ഓഫ് കൊർഡോബ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത്. ഇസ്ലാമിക് ആൻഡ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ബ്ലെൻഡാണ് കേട്ടോ ആ ഒരു ചർച്ച്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇങ്ങനെ കുഞ്ഞു ഊടുവഴികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വഴികൾ കേട്ടോ. അപ്പോൾ അവിടെ കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ സിറ്റിയെ പറ്റി തൻ്റെ അഭിപ്രായം എന്താ? ഈ സിറ്റി ഭയങ്കര അടിപൊളി സിറ്റിയാണ് കേട്ടോ. കാരണം ആക്സിഡൻ്റലി നമ്മൾ വന്ന് പെട്ടതാണ്. പക്ഷെ ഞാൻ ഫൈനലി ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് പറയാം ഇവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. കുറേ തവണയായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴും വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കൊർഡോബ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ മുന്നേ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഷോപ്പുകൾ, ഇങ്ങനെ ഊട് വഴികളും പഴയ ബിൽഡിങ്സ്, പഴയ ഒരു ഓൾഡ് ടൗൺ ആണിത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് നമ്മളിവിടെ വന്ന് പെട്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിന്ന് പോകും. നമ്മളെന്തൊക്കെ ഷോപ്പ് ചെയ്തേ? നമ്മൾ മറ്റുള്ള ആ വിഷറി പോലത്തെ സംഭവമല്ലേ അത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ അതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. പിന്നെ വിശാഖിന് എന്തോ ഒരു പടച്ചിട്ട നമ്മുടെ ഈ
എന്താ യുദ്ധത്തിനൊക്കെ പോകുന്നവരുടെ ഇങ്ങനെ മുഖം മൂടി ഉണ്ടല്ലോ, അത് കണ്ട് ഇഷ്ടപ്പെട്ട് അതും മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു സൗനിയർ പോലെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ സെവിലേക്ക് പോവുകയാണ്. നമുക്കിന്ന് രാത്രിയിൽ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും 1.5 hour ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ചാറ്റ. ഇനിയും പോകുന്ന വഴി കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ, ആക്ച്വലി ഫോൺ നമ്മൾ എന്താ ഓഫാക്കിയിട്ടേ ഇല്ല. ഇപ്പോൾ ഫോണിനൊക്കെ ചാർജൊക്കെ കുറഞ്ഞു, 10% ഒക്കെ ആയി. ഫുള്ള് നമ്മൾ ഓണാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകുമ്പോഴും കുറച്ച് വീഡിയോസൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് മേ ബി ഞാൻ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടായിരിക്കും വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചാറ്റ. ആക്ച്വലി ഇവിടെ സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്. 7:45 കഴിഞ്ഞ് 8 മണി ആവാറായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സൺലൈറ്റാണ്. നമ്മൾ വെയിൽ കൊണ്ടിട്ട് സഹിക്കാൻ മേലാതെ നമ്മളൊരു കഫേയിൽ കയറിയിട്ട് നമ്മളൊരു 1 hour വെറുതെ വേസ്റ്റ് ചെയ്തു. കാരണം നമുക്ക് നടക്കാൻ വയ്യ, അത്രയ്ക്ക് വെയിലാണ്. 6 മണിയൊക്കെ ആയപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴും 8 മണിയായിട്ടും ഫുൾ വെയിലും, നല്ലോണം വെയിലുണ്ട്. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വെയിലില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ നടക്കുകയാണ്. അപ്പോൾ മേ ബി ഒരു ഓട്ടം സമയത്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സ്പെയിൻ വിസിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ പക്ക സമ്മറിലാണ് വന്നത്. പക്ഷേ സ്പെയിൻ കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. സമ്മറിൽ നമുക്ക് ഇത്രയും ലൈറ്റ് കിട്ടും. അത്ര നേരം കൂടി നമുക്ക് ഈ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. മറ്റേത് വിൻ്ററിലാണെങ്കിൽ നമ്മൾ ഒരു 2-3 മണിയാകുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഹോട്ടലിൽ കയറേണ്ടി വരും. പക്ഷേ ഇത് കുറച്ചുകൂടെ സമയം കിട്ടും. എന്താടാ എഴുതിയേക്കണേ? അപ്പം നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് സെവിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഞാനൊരു സാലഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സംഗ്രിയ ട്രൈ ചെയ്യാനായിട്ട് പോവാണ് സ്പെയിനിൽ. അപ്പം നമ്മൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ, കാരണം എൻ്റെ ഫോണിൽ ചാർജില്ല. ഇനി 4% കൂടെ ഉള്ളു, ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പം എന്താ, നമ്മൾ ഈ ഒരു സ്പാനിഷ് ഫുഡിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് സെവിലിൽ എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ തൊട്ടിട്ട് കാണാം. അപ്പോൾ ചാറ്റ ബൈ, ചിയേഴ്സ്.